നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സഹോദരിയുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് UAE-യിൽ നിന്ന് അയൽ രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച യുവതിയെ പിടികൂടി. പാസ്പോർട്ട് സഹോദരിയുടേതാണെന്നും ഇവർക്ക് രേഖകളൊന്നുമില്ലെന്നും കണ്ടെത്തിയതിനാൽ യുവതിയെ ഉദ്യോഗസ്ഥർ നിയമ നടപടിക്ക് വിധേയമാക്കി. തുടർന്ന് ഇവരെ നാട് കടത്താൻ കീഴ്ക്കോടതി ഉത്തരവിടുകയായിരുന്നു. ഇവർ അപ്പീൽ കോടതിയെ സമീപിച്ചതോടെ കീഴ്ക്കോടതി വിധി റദ്ദാക്കിയിരിക്കുകയാണ് അബുദാബി അപ്പീൽ കോടതി. 40-കാരിയാണ് ഇത്തരത്തിൽ സഹോദരിയുടെ പാസ്പോർട്ട് എടുത്ത് അയൽ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇതിനിടയിൽ തന്നെ ഇവർ ഉദ്യോഗസ്ഥരുടെ പിടിയിലാവുകയായിരുന്നു. പരിശോധനയിൽ ഇവർ മതിയായ രേഖകളില്ലാതെയാണ് യാത്ര ചെയ്യുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. തുടർന്ന് ഇവരെ നിയമ നടപടിക്ക് വിധേയമാക്കുകയായിരുന്നു. താൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ UAE പൗരനായ പിതാവിനൊപ്പം അബുദാബിയിൽ എത്തി. പിന്നീട് പുറത്തു പോകേണ്ട ആവശ്യം വന്നിട്ടില്ലെന്ന് യുവതി കോടതിയിൽ പറഞ്ഞു. രാജ്യത്തിന് പുറത്തു പോവേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ഇവർ കോടതിയിൽ പറഞ്ഞു. 1 മാസത്തെ തടവിനും പിഴയ്ക്കുമാണ് ആദ്യം കോടതി വിധിച്ചത്. എന്നാൽ ഇതിനുശേഷം നാട് കടത്തണം എന്നായിരുന്നു ഉത്തരവിട്ടത്. ഇതാണ് അപ്പീൽ കോടതിയെ സമീപിച്ചതോടെ റദ്ദാക്കിയത്. ഇവർ എമിറാത്തി പൗരന്റെ മകളായതുകൊണ്ടാണ് നാടുകടത്താനുള്ള തീരുമാനത്തിൽ അബുദാബി അപ്പീൽ കോടതി വിധിയിൽ ചെറിയ മാറ്റം വരുത്തിയത്. സ്വദേശിയുടെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ആയവരെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കുറ്റം ചെയ്താൽ മാത്രമേ നാട് കടത്താൻ നിയമം പറയുന്നുള്ളൂ. അതിനാലാണ് നാടുകടത്തലിന് ശിക്ഷിക്കേണ്ടതില്ലെന്ന് അബുദാബി അപ്പീൽ കോടതി വ്യക്തമാക്കിയത്. അതേസമയം GCC രാജ്യങ്ങളിൽ താമസിക്കുന്ന ആർക്കും ഇനി ടൂറിസ്റ്റ് വിസയിൽ സൗദി സന്ദർശിക്കാം. നിശ്ചിത പ്രൊഫഷനുകളിൽ ഉള്ളവർക്ക് മാത്രം വിസ അനുവദിക്കുന്ന നിയമം സൗദി അറേബ്യ റദ്ദാക്കി. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി വിസയ്ക്ക് അപേക്ഷിക്കാം. GCC രാജ്യങ്ങളിലെ പൗരന്മാർക്കും GCC റെസിഡൻസ് വിസയുള്ള പ്രവാസികൾക്കും ഏത് തൊഴിൽ പ്രൊഫഷനുകളിൽ പെട്ടവരാണെങ്കിലും സൗദി സന്ദർശിക്കാമെന്ന് സൗദി ടൂറിസം മന്ത്രാലയമാണ് അറിയിച്ചത്. ടൂറിസ്റ്റ് വിസ അനുവദിക്കാൻ നിശ്ചിത തൊഴിൽ മേഖലയിൽ പെട്ടവരാവണം എന്ന നിബന്ധനയാണ് മന്ത്രാലയം റദ്ദാക്കിയത്. ഇങ്ങനെ സൗദിയിൽ എത്തുന്നവർക്ക് സൗദിയിൽ എവിടെയും സഞ്ചരിക്കാനും ഉംറ നിർവഹിക്കാനും മദീന സന്ദർശിക്കാനും ചരിത്ര വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും അനുമതിയുണ്ട്. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ visa.mofa.gov.sa എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. വിസ ഇഷ്യൂ ചെയ്ത ദിവസം മുതൽ 1 വർഷം വരെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ ടൂറിസ്റ്റ് വിസയിൽ 90 ദിവസം വരെ സൗദിയിൽ കഴിയാം. 90 ദിവസത്തെ കാലാവധിയുള്ള സിംഗിൾ എൻട്രി വിസയിൽ 30 ദിവസം വരെ സൗദിയിൽ കഴിയാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.